കേരള ഫോറസ്റ്റ് ആക്ട് 1961 പരിഷ്കരിക്കുന്നതിന്റെ ഭാഗമായി കൊണ്ടുവന്ന വനനിയമ ഭേദഗതി ബില്ലിനെതിരെ വിമർശനവുമായി KPMS രംഗത്ത്. നടപടി പുനഃപരിശോധിക്കുവാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്ന് KPMS സംസ്ഥാന കമ്മിറ്റി അംഗം KK രാജൻ ആവശ്യപ്പെട്ടു. നിലവിലെ നടപടി വനം വകുപ്പിന് അമിത അധികാരം നൽകുന്നതായി മാറും. വന്യജീവി ശല്യം നിയന്ത്രിക്കാൻ വനം വകുപ്പ് ഫലപ്രദമായ ഇടപെടൽ നടത്തുന്നില്ല. നിലവിലെ നടപടിയിൽ നിന്നും സർക്കാർ പിന്നോക്കം പോയില്ലെങ്കിൽ സമരപരിപാടികളുമായി രംഗത്ത് വരേണ്ടി വരുമെന്നും KK രാജൻ അടിമാലിയിൽ വ്യക്തമാക്കി. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള വന നിയമ ഭേദഗതി പുനഃപരിശോധിക്കുവാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം എന്നുള്ളതാണ് ആവശ്യപ്പെടുന്നത്. ഈ നിയമം പാസ്സാക്കി കഴിഞ്ഞാൽ കേരളത്തിൽ പ്രത്യേകിച്ച് ഈ കർഷകരെയും കർഷക തൊഴിലാളികളെയും വനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉപജീവന മാർഗം നടത്തുന്ന ആദിവാസികൾക്കുൾപ്പെടെ വനത്തിൽ കയറി അവരുടെ ഉപജീവന മാർഗം നടത്തുന്ന ആ രീതിയിലേക്ക് മാറാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇതുമൂലം ഉണ്ടാകും. അവർ വനത്തിൽ കയറി കഴിഞ്ഞാൽ പോലും 25,000 രൂപ പിഴയടയ്ക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഈ നിയമം പാസ്സാക്കിയാൽ വരുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ നിലവിൽ ഈ വന്യമൃഗങ്ങളുടെ ശല്യം ഇപ്പോൾ അതിരൂക്ഷമായിക്കൊണ്ടിരിക്കുക. ഈ സമീപ ദിവസങ്ങളിൽ പോലും ഇന്നലെ പോലും കമ്മിനിവേലിയിൽ ഒരു യുവതിയെ ആന ചവിട്ടിക്കൊന്ന സംഭവം. ഇപ്പോൾ സമീപ നമ്മുടെ ഈ മേഖലയിൽ തന്നെ നമുക്കറിയാൻ പറ്റും, ഏറ്റവും കൂടുതൽ വന്യമൃഗങ്ങളുടെ ശല്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെ സംരക്ഷിക്കപ്പെടേണ്ട സർക്കാരും വനവകുപ്പും കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷെ ആ നിയമം വന്നു കഴിഞ്ഞാൽ കൂടുതലായി ആളുകളെ ഏറ്റവും കൂടുതൽ ദോഷകരമായി ബാധിക്കുന്ന ഒരു സമീപനമാണ് ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള ഈ ഭേദഗതി നിയമം അടിയന്തരമായി പുനഃപരിശോധിക്കാനും ഉള്ള നടപടി സ്വീകരിക്കണമെന്നതാണ് ആവശ്യം.